ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, അതുപോലെ മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അകത്തെ ജനലൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോളിഷ് ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ ഉരച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ ആ പൊടി ഫുള്ള് ജനലുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ ഒന്ന് ഉരച്ചു കൊടുത്തിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അത് കൂടെ ഞാൻ തലേ ദിവസം ഉൾഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറം എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം കൂടെ ഞാൻ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ജനലിൻ്റെയും ഇതേപോലെ പുറം ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ വല്ലാതെ കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല, പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമുക്ക് അതാണ്ട് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ജനലും ഇതുപോലെ ഫുള്ള് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്ന വീണ്ടും ഇലയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ചില സമയത്ത് പിന്നെ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കാറ്റുള്ള ഒരു കാലാവസ്ഥയാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും വീണ്ടും ഇലയൊക്കെ വീണപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആ സൈഡിലുള്ളതൊക്കെ ഒന്ന് അപ്പോൾ അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ജനലും കൂടെ തുടച്ചെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് വന്നിട്ട് എല്ലായിടവും ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ കൂടുതൽ കുറേ പണിയൊക്കെ നമുക്ക് അവസാനിച്ച പോലെ തന്നെ നമുക്ക് തോന്നും. കൂടുതലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചവിട്ടിയും കാർപ്പറ്റും എല്ലാം കൊട്ടിയിട്ട് പിന്നെ അതും കൂടെ വിരിച്ചിട്ടാൽ പിന്നെ നമുക്ക് സമാധാനമായി. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും ഇതിനും കുളിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നേരത്തെ തന്നെ പണികളൊക്കെ കുളിക്കണ മുന്നേ തന്നെ ചെയ്യാൻ നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പുറത്തും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സോഫയും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം തുടക്കുമ്പോൾ ഒക്കെ നീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടു കേട്ടോ. അതേപോലെ തന്നെ കുഷ്യനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൾറെഡി അടിച്ചു വാരിയതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ തന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതപ്പൊക്കെ ഒന്നുകൂടെ ശരിയാക്കി കൊടുത്തു. വാഷ് ബേസിനൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ തുടക്കുമ്പോൾ തന്നെ ഞാൻ ഏകദേശം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഒരുവിധം എല്ലാ പണികളും രാവിലെ തന്നെ ചെയ്തു കേട്ടോ. അതിന് ശേഷം ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുള്ളൂ. ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ക്ലീനിങ് ചെയ്യാറ്. ഇന്നിപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ പെയിൻറ്റ് പണി കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ നല്ലൊരു ക്ലീനിങ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുപ്പിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫുള്ള് സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ ചിലവർ ഗ്രാനൈറ്റാണ് ഈ വിറക് വെക്കുന്ന ഭാഗത്ത് ചെയ്യാറ്. ഇത് ഫുള്ള് സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു അടുപ്പ് കുറച്ച് വലുതും പിന്നെ ഒരു പാകത്തിനുള്ള വലുപ്പം അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അളവൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കത്തുന്ന ഒരു പ്രശ്നവുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട്, പുകയൊക്കെ പുറത്തേക്ക് തന്നെ പോകുന്നുണ്ട്, നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവർ തന്നെയാണ് നമ്മുടെ ഐഷാസ് കിച്ചണിലെ ഐഷയുടെ നാട്ടിൽ അവരുടെ വീട്ടിൽ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ വന്നിട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോഴികൾ അപ്പോൾ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവരെ വിട്ടു കൊടുത്തപ്പോൾ അപ്പോൾ അവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതേപോലെ തന്നെ ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ ഒരുവിധം പണി നമ്മുടെ കഴിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനാണ് ആദ്യം തന്നെ വെക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശക്ക് നമുക്കറിയാം, അരിപ്പൊടിയും മുട്ടയും ഉപ്പും ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ആ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി ഉഴുന്നും ആട്ടാത്ത ദിവസമൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പം ഇതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. ആ സമയത്ത് തന്നെ ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം കൂടിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ചില ദിവസം ഞാൻ അടുപ്പത്ത് തന്നെയാണ് ചോറ് വെക്കാറ്. ചില ദിവസം പിന്നെ ഇങ്ങനെ പണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ വെള്ളമൊക്കെ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമാണ് കേട്ടോ. പത്തിരി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പരത്താനോ ഇതിനൊക്കെ നിൽക്കണല്ലോ. ഇതൊന്ന് കലക്കിയിട്ട് പിന്നെ നമ്മൾ ചട്ടി ചൂടാവുന്നതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചട്നിയോ മീൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഉപ്പേരിക്ക് അരിയാനും തേങ്ങ ചിരകാനും ഒക്കെ പറ്റും ചെയ്യും കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ ദോശ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പച്ചക്കായ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകും വേണം, നമുക്ക് ഉച്ചയ്ക്കും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കായം കൂടെ അതിൻ്റെ ഇടയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പണീൻ്റെ ഇടയിൽ തന്നെ ഓരോ പണികളും ഇങ്ങനെ ചെയ്തു പെട്ടെന്ന് തന്നെ പണി തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കൂടെ കഴിയില്ല. അപ്പോൾ കുറച്ച് നേരത്തെ നീറ്റാൽ പിന്നെ നമുക്ക് നമ്മുടെ ഒരുവിധം പണികളൊക്കെ തീർക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ചില എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെ അല്ലെങ്കിൽ വയ്യാതാവുക അങ്ങനെയുള്ള സമയത്ത് മാത്രമേ രാവിലെ നേരത്തെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ രാവിലെ തന്നെ ഞാൻ എല്ലാ പണികളും ചെയ്തു വെക്കും കേട്ടോ. അപ്പോൾ ആ കായക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കായ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കായൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മോള് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ഉപ്പേരിയും അതേപോലെ തന്നെ ചോറും ഒക്കെ ആവണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഞാൻ പിന്നെ കുക്കറിൽ അത് കഴുകിയിട്ട് പിന്നെ കുക്കറിൽ ഇട്ടിട്ട് പിന്നെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ ഒരു 2-3 വിസിൽ അടിക്കുക കേട്ടോ. കുറച്ച് വേവ് നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2-3 വിസിലൊക്കെ അടിക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതക്കിയിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. അതിന് ഉണക്ക മുളകിൻ്റെ ഇതാണെങ്കിലും അതായാലും കുഴപ്പമില്ല, പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളയാം, ഇല്ലെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ കായപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് രാവിലെ തന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക സ്പീഡിൽ പണിയെടുത്താൽ നമ്മുടെ ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ കുളിയും എല്ലാം കഴിയും കേട്ടോ. അപ്പോൾ ഇതാ മോള് അപ്പോഴേക്കും സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ചട്നി അതിൻ്റെ ഇടയിൽ ഞാൻ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം പോകുന്നതുകൊണ്ട് പിന്നെ ചട്നി ഉണ്ടാക്കുന്നതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അവൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കൂടെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സിൽ ചോറ്, ചില ദിവസം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വേണമെന്ന് പറയും. ഇന്നിപ്പോൾ ചോറ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാ അവൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ അപ്പത്തിന് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് ചോറാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മക്കൾ 2 പോണ ദിവസം ഉണ്ടാവും. ഇന്നിപ്പോൾ ഒരാൾ മാത്രമേ പോകുന്നുള്ളൂ. മൂത്ത ആൾക്ക് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതേപോലെ തന്നെ ലഞ്ചിനൊക്കെ നന്നായിട്ട് തന്നെ അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചത്, ഉപ്പേരി, കഴിയുന്നതും ഇങ്ങനെ ചെറുപയർ അങ്ങനെയുള്ള ഉപ്പേരികളൊക്കെ കൂടുതലായിട്ട് വെച്ച് കൊടുക്കുക. കായ ഉപ്പേരി അങ്ങനെ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് അവർ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും അവർ ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ലഞ്ചിന് അവർക്ക് ഇഷ്ടമുള്ള തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചമ്മന്തിയും അതേപോലെ തന്നെ കായുപ്പേരിയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പാത്രമൊക്കെ കഴുകാനായിട്ട് ഉണ്ട്. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പാത്രങ്ങളും ഇതൊക്കെ ഒന്നാണ്ട് കഴുകി വെച്ചാൽ പിന്നെ നമുക്ക്
കുറേ ഭാരം ഒഴിഞ്ഞതുപോലെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കൽ ബ്രേക്ക്ഫാസ്റ്റും അത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ലഞ്ചും കൂടെ ലഞ്ചിനുള്ള കുറേയൊക്കെ ആവുമല്ലോ. പിന്നെ കറി മീൻ കറി അങ്ങനെ എന്തെങ്കിലും മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് കഴിയുമ്പോഴേക്കും മോള് പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവളുടെ കൂടി യാത്ര അയക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇക്കാളുള്ള ദിവസം ആണെങ്കിൽ സ്കൂൾ വരെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ. അപ്പോൾ അതുവരെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇക്ക പുറത്ത് പോയതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് പോണ നേരത്ത് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് നോക്കണം എന്നുള്ള നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ മീനൊക്കെ അപ്പോഴേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അയിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കത്രി കൊണ്ട് മീൻ മുറിക്കുന്ന കത്രി കൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ ഏത് മീനും ഞാൻ മുറിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഈസിയാണ്. അപ്പോൾ അതിൻ്റെ വാല് ഇതൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാം കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല എളുപ്പമാണ്. എന്നാൽ മീൻ ഒരു കേടുമില്ലാതെ നമുക്ക് കട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അതിൻ്റെ തലഭാഗം വാൽഭാഗം അതിൻ്റെ ഉൾഭാഗം എല്ലാം ഞാൻ പിന്നെ ഈ കത്രി കൊണ്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കാറുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഈസി ആയിട്ട് തന്നെയാണ് കേട്ടോ കത്രി കൊണ്ട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കത്രിക കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കത്രിക ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു എളുപ്പം തന്നെയാണ് തോന്നാറ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾ പോയപ്പോൾ വേഗം മീനൊക്കെ മുറിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം മീൻ കറി വെക്കാനൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, പുളിയും തക്കാളിയും പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ അതിന് ശേഷം തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് മീൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലായതുകൊണ്ട് തേങ്ങാപ്പാലാണ് സാധാരണ യൂസ് ചെയ്യാറ്. ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അപ്പോൾ തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് പെരുംജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയോ എന്താ വെച്ചെങ്കിൽ ഇരുമ്പാമ്പുളി ഉണ്ടെങ്കിൽ ഇരുമ്പാമ്പുളി യൂസ് ചെയ്യാം, കുടംപുളി അങ്ങനെ എന്താണെങ്കിലും യൂസ് ചെയ്ത് നന്നായി തിളച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളി വെച്ചിട്ട് തൂമിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് വറവിടുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് വരെയുള്ള വിശേഷങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുളി നമസ്കാരമൊക്കെ ആയാൽ പിന്നെ നമ്മുടെ ആ ടൈം ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വൈകുന്നേരത്തിനുള്ള സമയത്ത് തന്നെ വൈകുന്നേരത്തിനുള്ള ചക്കരക്കിഴങ്ങും കൂടെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്, നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ. താങ്ക് യു.